DMK സർക്കാരിനെതിരെ ആഞ്ഞടിച്ച TVK സ്ഥാപകൻ വിജയ് ഈറോഡ് ജില്ലയിലെ വിജയമംഗലത്ത് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു രൂക്ഷ വിമർശനം. ഭരണപരാജയങ്ങൾ അക്കമിട്ട് നിരത്തിയ വിജയ് തന്റെ കരുത്ത് ജനങ്ങളാണെന്ന് പറഞ്ഞു. കരൂർ ദുരന്തത്തിന് ശേഷം തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കുന്ന വിജയുടെ ആദ്യ റാലിയാണ് ഈറോഡിൽ നടന്നത്. 35,000-ലധികം ജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. உங்களுக்கு நீங்க கொள்ளையடிச்சு வச்சிருக்கிற காசு தான் துணை. ஆனா எனக்கு என் மேல எல்லையில்லா பாசம் வச்சிருக்கிற இந்த மாசு தான் துணை. பெரியார் பேரை சொல்லி கொள்ளையடிக்கிற இவங்க தான் நம்மளுடைய அரசியல் எதிரி. மக்களை நீங்க சொல்லுங்க, நம்மளுடைய அரசியல் எதிரி யாரு? நம்மளுடைய கொள்கை எதிரி யாரு? ரிப்பீட், நம்மளுடைய அரசியல் எதிரி யாரு? நம்மளுடைய கொள்கை எதிரி யாரு? உங்களுக்கு புரியுது இல்ல? எனக்கு அது போதும்யா, எனக்கு வேற எதுவுமே தேவையில்லை. எத்தனை பொய்யான வாக்குறுதிகள். வந்த உடனே நீட்டை ரத்து செய்வோம், கல்வி கடனை ரத்து செய்வோம், கேஸ் சிலிண்டருக்கு மானியமா 100 ரூபாய் தருவோம், என்னெல்லாம் அடிச்சு விட்டுட்டு இன்னி வரைக்கும் கேட்கிறேன், இதெல்லாம் சொன்னாங்களே செஞ்சாங்களா? കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും. അജയ്, കരൂർ ദുരന്തത്തിന് ശേഷം വിജയുടെ രാഷ്ട്രീയ ഭാവി എന്തെന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഇന്നത്തെ റാലി. അതെ, തീർച്ചയായിട്ടും തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് യാതൊരു മങ്ങലും തട്ടിയിട്ടില്ല. അതുപോലെ തന്നെ തൻ്റെ ജനപ്രീതിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് വിജയ് അടിവരയിട്ട് പറയുകയായിരുന്നു ഇന്നത്തെ ഈറോഡ് നടന്ന ഈ റാലിയോടുകൂടി. അതുമാത്രമല്ല, ഈ കരൂർ ദുരന്തത്തിൻ്റെ ഒരു കയ്പുനീർ കുടിച്ചിട്ടുള്ളതിനാൽ തന്നെ വളരെയധികം ജാഗ്രതയോടെയായിരുന്നു ഇന്നത്തെ പൊതുപരിപാടിയിൽ വിജയ് എത്തിയത്. അന്ന് കരൂർ ദുരന്തത്തിന് വിജയ് ഏതാണ്ട് 6 മണിക്കൂർ വൈകിയാണ് പങ്കെടുത്തത്. എന്നാൽ ഇന്ന് ഉദ്ദേശിച്ച സമയത്ത് തന്നെ 11 മണി മുതൽ 1 മണി വരെയായിരുന്നു ഈ റാലിയുടെ സമയമായി നിശ്ചയിച്ചിരുന്നത്. കൃത്യസമയത്ത് തന്നെ റാലി തുടങ്ങുകയും പറഞ്ഞ സമയത്ത് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സുരക്ഷയ്ക്കായിട്ട് മൊത്തം ഈ 35,000 ആളുകളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ വിജയെ കാണാനായി എത്തിയത്. 35,000 പേർക്ക് നിൽക്കാനായി പ്രത്യേകം തിരിച്ച 72 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. 72 ബ്ലോക്കുകളിലും ഓരോ ബ്ലോക്കുകളിലും 400 പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം. ഇവരെ നിരീക്ഷിക്കാനായി TVK പ്രവർത്തകർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. 1,700-ലധികം പോലീസുകാരെ വിന്യസിച്ചിരുന്നു. 60 CCTV ക്യാമറകൾ ഈ സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ജനങ്ങൾക്ക് കുടിക്കാൻ 2 ലക്ഷം ലിറ്ററിൻ്റെ കുടിവെള്ളം, അതുമാത്രമല്ല 20 കുടിവെള്ള ടാങ്കുകൾ, 20 മൊബൈൽ ബാത്റൂമുകൾ എല്ലാം ഈ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. മാത്രമല്ല, വിജയ് തന്നെ കാണാൻ വേണ്ടി ഒരു ടവറിന് മുകളിൽ വലിഞ്ഞു കയറിയ ആരാധകനെ ശാസിച്ച് താഴെ ഇറക്കുകയും എല്ലാം ഉൾപ്പെടെ ചെയ്തിരുന്നു. നിങ്ങൾ താഴെ ഇറങ്ങിയാൽ മാത്രമേ ഞാനിനി പ്രസംഗം തുടരൂ, എന്നാലേ നിങ്ങൾക്ക് ഉമ്മ തരൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വിജയ് ആളുകളെ അനുനയിപ്പിച്ചുകൊണ്ട് വളരെ സമാധാനപൂർണ്ണമായിട്ടായിരുന്നു ഇന്നത്തെ പ്രസംഗം നടത്തിയത്. വിജയുടെ ഒരു രാഷ്ട്രീയ പ്രസംഗം അത് തീർച്ചയായിട്ടും എതിരാളികളെ എല്ലാവരെയും മൊത്തത്തിൽ വിമർശിക്കുന്നതായിരുന്നു. DMK സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഒരുപാട് വാഗ്ദാനങ്ങൾ നടത്തി, എന്നാൽ ഒന്നും പാലിച്ചില്ല. വാഗ്ദാനങ്ങൾ മാത്രം നടത്തുന്ന ഒരു സർക്കാരാണ് DMK സർക്കാരെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. മാത്രമല്ല, BJP തങ്ങളുടെ ആശയപരമായിട്ടുള്ള എതിരാളി BJP ആണെന്ന് അദ്ദേഹം തങ്ങളുടെ അണികളെ ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു പൂർണ്ണമായിട്ട് വിജയ്ക്കൊരു തിളക്കം നൽകുന്നതായിരുന്നു ഇന്നത്തെ റാലി. അജയ് ആണ് വിവരങ്ങൾ നൽകിയത്.